ബിഗ് ബോസ് സീസൺ 6 ഡേ 69 ലൈവിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. ഇന്നലെയും ഇന്നും ലൈവ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതലുള്ള ലൈവ് അതെല്ലാം ഭയങ്കര രസമായിരുന്നു. ഫാമിലി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു ഹൗസിൽ. ഫാമിലിയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ടാസ്ക് എല്ലാം രസമായിരുന്നു. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ചില കണ്ടസ്റ്റൻസ് ഉണ്ട്, അവരെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അവർ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് ഹൗസിലേക്ക് വന്ന ആളുകളാണ്. അപ്പോൾ അവർ എന്താണ് ആക്ച്വലി എന്നറിയാൻ വേണ്ടി ശരിക്കും നമ്മൾ ഈ ഒരു ലൈവ് ഇരുന്ന് കാണും. അത്തരത്തിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ചില ടാസ്കുകളും ബിഗ് ബോസ് ഇന്നലെയും ഇന്നുമായിട്ട് അറേഞ്ച് ചെയ്യുകയുണ്ടായി. ഈ നന്മ ഗെയിമിനെ കുറിച്ചിട്ട് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. സിജോ ആൻഡ് സായി നന്ദനയ്ക്ക് ഒരു വീട് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പെട്ടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ. ശരിക്കും പെട്ടി ഇവർ കൊടുക്കേണ്ടതല്ല, കണ്ടസ്റ്റൻസ് അവരുടെ ഗെയിം കൊണ്ട് എടുക്കേണ്ടതാണ്. ഇവർക്ക് വലിയ കാര്യമായിട്ടുള്ള ഇൻപുട്ടൊന്നും അതിനകത്ത് കൊടുക്കാനില്ല. ഇവർ ടോപ്പ് പ്ലേയേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വിചാരം ഇവർ ടോപ്പ് പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ്. ശരിക്കും സിജോ, സായി, അഭിഷേക്, നന്ദനയൊക്കെ ഒരേ രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സിജോയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ സിജോയും ഒരു ആവറേജിൽ താഴെയുള്ള ഒരു പ്ലെയർ ആയിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ ഇവര് നന്ദന അത്രയധികം വലിയൊരു പ്ലെയർ അല്ല, അവൾ പുറത്തു പോകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദനയ്ക്ക് പെട്ടി കൊടുത്ത് വിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഓവർ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഇവരെന്തോ വലിയ പ്ലേയേഴ്സ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതേപോലെ ഇവർ ഈ നന്മ പരിപാടി പറയുന്നത് ഗെയിം ആണോ എന്നുള്ള നല്ല ഡൗട്ടും എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തത് ഇത് അങ്ങനെ പറയേണ്ട ഒരു സംഗതിയല്ല, അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്ത ആൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണോ, ശരിക്കും അത് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു മൊമെന്റ് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ സിജോയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിലേക്ക് ഞാൻ വരാം. അതിനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയുണ്ട്. രണ്ടാം വരവിൽ നോറയായിട്ട് ഒരു ഇഷ്യൂ സിജോയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരത് പറഞ്ഞ് സോൾവ് ചെയ്തു. ഇന്ന് നോറയും സിജോയും കളിച്ച ഒരു കളി ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ രണ്ടാൾക്കാരും ബുദ്ധിപരമായിട്ടുള്ള ഒരു കളി കളിച്ചു. പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കരുതല്ലോ. ഈ രണ്ടാൾക്കാരും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതുവരെയുള്ള ഗെയിം, ഇനിയുള്ള ഗെയിം എല്ലാം വീട്ടുകാരെ പറഞ്ഞങ്ങ് ധരിപ്പിച്ചു. അമ്മമാരോട് പറയുകയാണ്. അമ്മമാരോട് പറയുന്ന സമയത്ത് അമ്മമാർ നിഷ്കളങ്കരാണല്ലോ. എന്തിനാണ് ഇത് പറയുന്നത്? അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ഗെയിമിനെ കുറിച്ചോ പുറത്തുള്ള അവസ്ഥയെ കുറിച്ചിട്ടോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കളിക്കാൻ വേണ്ടി രണ്ടാൾക്കാരും ഈ ഗെയിമിന്റെ പ്ലാൻ അമ്മമാരെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് അവർ TV കാണാത്തത് കൊണ്ടാണോ? അല്ല, അവർക്ക് എടുക്കേണ്ട ചില സംഭവങ്ങൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടാൾക്കാർ അമ്മമാരോട് ഇത് പറഞ്ഞ് ധരിപ്പിക്കുന്ന സമയത്ത് നോറയുടെ വീട്ടുകാർ പറഞ്ഞു നിന്റെ കരച്ചിൽ മാത്രമേ പ്രശ്നമുള്ളൂ, നീ ഒന്ന് കയറി വരുന്നുണ്ട്. അപ്പൊ നോറ ആ ഒരു കരച്ചിൽ മാറ്റി ഇനി കരയില്ല എന്നൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവരിട്ട് കൊടുത്ത ഒരു സാധനത്തെ പിടിച്ച് നോറ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിജു ഇതെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയെ ബിഗ് ബോസ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്താണ് അകത്തേക്ക് വിട്ടത്. അമ്മ ഒന്നും വിട്ടു പറഞ്ഞില്ല. അമ്മ ഒന്നും വിട്ടു പറയാത്ത സമയത്ത് സിജു ചോദിക്കുകയാണ് ഞാൻ പെട്ടി എടുത്തിട്ട് വരട്ടെ എന്നുള്ളത്. ഞാൻ പെട്ടി എടുക്കട്ടെ, അങ്ങനെ ഒരു ചോദ്യം. പെട്ടെന്ന് കഴിഞ്ഞുപോയി, റിവീൻഡ് അടിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കഴിഞ്ഞുപോയി. പെട്ടി എടുക്കട്ടെ എന്നൊരു ചോദ്യം. അപ്പൊ സിജോ നന്ദനയ്ക്ക് പെട്ടി കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പ്ലാൻ യഥാർത്ഥ നന്മ പ്ലാൻ ആണോ? അല്ല, സിജോ വളരെ കോൺഫിഡന്റ് ആയിരുന്നു, ടോപ്പ് 5 വരുന്ന ഒരാളാണ് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടി ആരെങ്കിലും എടുത്തോട്ടെ, അവിടെ ഒരു ഗെയിം ഇറക്കാം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നായിരിക്കാം സിജോയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ ഉദ്ദേശം നല്ലതോ ചീത്തോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ ചാരിറ്റി പരിപാടിക്ക് മുൻകൈ എടുക്കുന്ന ആളുകളെ വിശ്വസിക്കേണ്ട. അത്തരത്തിൽ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ഇപ്പം മറ്റേ മാരാരൊക്കെ ചില ചാരിറ്റി പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത് വാൺ ചെയ്യുകയും കട്ട് ചെയ്ത് മാറ്റുകയും അതേപോലെ തന്നെ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുകയൊക്കെ ചെയ്തു. കണ്ടസ്റ്റൻസിൽ എല്ലാ ആളുകൾക്കും ആ ഒരു പെട്ടി എടുക്കാനായിട്ടുള്ള ഗെയിം ഉണ്ട്, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത് നന്ദനയെ എടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദന എത്രത്തോളം ശ്രമിച്ചാലും അത്യാവശ്യം മൂളയുണ്ടെങ്കിലേ ആ ഒരു പണപ്പെട്ടി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഇല്ല. പിന്നെ അവര് ഈ കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സായിയും അഭിഷേകും അതേപോലെ തന്നെ സിജോയും ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തോ വലിയ ടോപ്പ് പ്ലെയേഴ്സ്, നന്ദന ഭയങ്കര മോശം ഒരു പ്ലെയർ. ഇവരെല്ലാം ഒരു റേഞ്ചിലുള്ള പ്ലെയേഴ്സാണ്. അല്ലാതെ എനിക്ക് ഇവരുടെ ഒരു ഗെയിം അത്ര മികച്ചതായിട്ട് തോന്നുന്നില്ല. അൻസിബ, അപ്സര, നോറയൊക്കെ പലപ്പോഴും സായിയെക്കാളിലും അതേപോലെ അഭിഷേകിനെക്കാളിലും സിജോയെക്കാളിലും ഒക്കെ പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അവരെ റിസ്ക് ചെയ്യുന്നുണ്ട്. ഇവര് നൈസായിട്ടുള്ള സേഫ് പ്ലേ മെച്ചാന്മാരാണ്. അപ്പൊ അതിനിടയ്ക്ക് ചാരിറ്റി സാധനം എടുത്തിട്ടതുകൊണ്ട് ഇവർക്ക് നമ്മൾ എക്സ്ട്രാ കൺസിഡറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫാമിലിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാസ്കിലെ ചില രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചില ഗെയിമൊക്കെ ഉണ്ട്. അഭിഷേകിന്റെ അനിയത്തി അഞ്ജന ഹൗസിലേക്ക് വന്നിരുന്നു. അഞ്ജന വളരെ ആക്റ്റീവാണ്, എല്ലാ ആൾക്കാരോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ഒരു മിടുക്കി കുട്ടിയാണ്. അപ്പോൾ അഞ്ജനയോട്
ജാസ്മിൻ ചോദിക്കുകയാണ് അഞ്ജനയുടെ അഭിപ്രായത്തിൽ ടോപ്പ് 5 ആരാണ്. അപ്പൊ അഞ്ജന പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടാണ്. അഞ്ജന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കുന്നത് വളരെ ജെന്യൂൻ ആയിട്ടാണ്. അങ്ങനെ ഒരു ടോപ്പ് 5 ഒന്നും കണ്ടുപിടിക്കാറായിട്ടില്ല. മുന്നേ പറഞ്ഞ നോറയുടെയും സിജോയുടെയും ഫാമിലിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഗെയിം ഇത്തിരി ഓവർ തന്നെയായിരുന്നു. ബിഗ് ബോസ് അത് പറയാനായിട്ട് ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കൊന്ന് അനൗൺസ് ചെയ്ത് പുറത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കരുത്. ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇവര് വേറെ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസിന് പോലും ഡൗട്ടായി പോകും ഇവര് ഉദ്ദേശിക്കുന്നത് മറ്റേ ഗെയിം ആണോ അതോ നാച്ചുറൽ ആയിട്ട് ചോദിക്കുന്നതാണോ എന്നുള്ളത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. അതിനുശേഷം നോറയെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്, മൈക്ക് പൊത്തി സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ്. ഈ ഫാമിലി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരുന്നു. അൻസിബയാണ് പ്രസന്റ് ചെയ്യുന്നത്. അഭിഷേകിന്റെ അനിയത്തി അഞ്ജന, നോറയുടെയും സിജോയുടെ അമ്മമാർ അവിടെ ഇരിപ്പുണ്ട്. അവരുടെ കയ്യിൽ 2 കാർഡുകളുണ്ട്, അച്ഛൻ, അതേപോലെ തന്നെ സിജോ, നോറ, അഭിഷേക്. അപ്പം ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉയർത്തി കാണിക്കണം ആരാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. വീട്ടിൽ അടുക്കളയിൽ സഹായിക്കുന്നത് ആരൊക്കെയാണ്? സിജോയും നോറയും മാത്രമേ വീട്ടിൽ അടുക്കളയിൽ സഹായിക്കാറുള്ളൂ. അഭിഷേകും അച്ഛനും അടുക്കള ഭാഗത്തേക്ക് തന്നെ പോവാറില്ല. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് ആരൊക്കെയാണ്? സിജോയുടെ അച്ഛനും അഭിഷേകിന്റെ അച്ഛനും നോറയുമാണ് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളുകൾ. ചെയ്യാത്ത ആളുകൾ സിജോ ആൻഡ് അഭിഷേക് വീട് വൃത്തിയായി സൂക്ഷിക്കാറില്ല. ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? അത് അഭിഷേകിന്റെ അച്ഛനാണ് അവരുടെ വീട്ടില്. പിന്നെ സിജോയും നോറയുമാണ്. ഏറ്റവും കൂടുതൽ നുണകൾ പറയുന്ന ആൾ എന്ന ഒരു ചോദ്യത്തിനും അഭിഷേകിന്റെ അച്ഛന്റെ പേര് ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു അഭിഷേകിന്റെ അനിയത്തി. അച്ഛൻ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കണ്ടേ. തുറന്ന് സംസാരിക്കുന്നവർ, വീട്ടിൽ തുറന്ന് സംസാരിക്കുന്നവർ ആരൊക്കെയാണ്? അഭിഷേകാണ് ഉള്ളതിൽ തുറന്ന് സംസാരിക്കുന്നത് എന്ന് അഭിഷേകിന്റെ അനിയത്തി പറയുന്നു. ഇവരെല്ലാം ഇങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അഭിഷേകിന്റെ അച്ഛൻ പറയുന്നുണ്ട് അഭിഷേകാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലുള്ള ചങ്ങായിമാരൊക്കെ ആയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ സിജോ തുറന്ന് സംസാരിക്കുന്ന ആളാണ്. അച്ഛൻ മറ്റേ നോറയുടെ അച്ഛൻ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് അമ്മ പറയുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾ ആരാണ്? അപ്പോൾ അഭിഷേകിന് പെട്ടെന്ന് ദേഷ്യമൊന്നും വരാറില്ല എന്ന് അനിയത്തി പറഞ്ഞായിരുന്നു. അപ്പൊ അച്ഛന് ദേഷ്യം വരാറുണ്ട്, സിജോയുടെ അച്ഛന് ദേഷ്യം വരാറുണ്ട്, നോറയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. ഹ്യൂമർ സെൻസ് ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? അഭിഷേകിന്റെ അച്ഛന്റെ പേര് പറയുന്നുണ്ട്, സിജോയ്ക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്, നോറയുടെ അച്ഛന്റെ പേരും പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. നേരത്തെ എഴുന്നേൽക്കുന്നത് ആരാണ്? എല്ലാവരുടെയും അച്ഛന്മാരാണ് നേരത്തെ എഴുന്നേൽക്കുന്നത്. ഇവരിൽ ആര് കാരണമാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അച്ഛന്മാരുടെ പേരാണ് പറയുന്നത്. നോറയുടെ മാത്രം നോറയാണെന്ന് തോന്നുന്നു. സർപ്രൈസുകൾ നൽകുന്നത് ആരാണ്? അഭിഷേകിന്റെ ഫാമിലിയിൽ അങ്ങനെ സർപ്രൈസിന്റെ പരിപാടിയൊന്നുമില്ല. അഭിഷേകും അച്ഛനും ഒക്കെ അതിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. സിജോയുടെ അച്ഛൻ സർപ്രൈസുകൾ നൽകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നോറയാണ് സർപ്രൈസുകൾ നൽകുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിട്ട് അഭിഷേകിനെ പറയുന്നുണ്ട്. വഴക്കുണ്ടാക്കിയാൽ ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ട് ആദ്യം വരുന്നത് ആരാണ്? അതിപ്പോൾ അച്ഛനും അഭിഷേകും ഒക്കെ ഏകദേശം ഒരേപോലെയാണ് എന്ന് അനിയത്തി പറയുന്നുണ്ട്. സിജോയുടെ വീട്ടിൽ ഇങ്ങോട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല, അമ്മ അങ്ങടേക്ക് പോവുകയാണ്. സമ്മാനങ്ങൾ കൊടുക്കുന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് സിജോയുടെ അച്ഛൻ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തിയാണ്. അഭിഷേകിന്റെ അച്ഛൻ ആൻഡ് അഭിഷേക് സമ്മാനങ്ങളൊന്നും കൊടുക്കില്ല. നോറ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഇതിനുശേഷം സിജോയുടെ അച്ഛന്റെ ഒരു മിമിക്രി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സിജോ ആദ്യമായിട്ടാണ് അച്ഛന്റെ മിമിക്രി കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് കേൾക്കാൻ ചെവി കൊടുക്കാറുണ്ടായിരുന്നില്ല അത്ര. അതിനുശേഷം പിന്നെ ഒരു ലൈവ് ഇന്ററാക്ഷൻ. അപ്പൊ അതിനകത്ത് അഭിഷേകിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ അച്ഛനൊക്കെ പറയുന്നുണ്ട്. പാവം മനുഷ്യനാണ്, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, പാവമാണ്. പണ്ട് സ്കൂളിൽ വിടുന്ന സമയത്തും വീട്ടുകാർക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ കൂട്ടുകെട്ടുകളോ പരിപാടികളോ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് വീട്ടിൽ അച്ഛനുണ്ട്. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പിടിവാശികളൊന്നുമില്ല അച്ഛന്. സന്തോഷമായിട്ട് പോകണം മകൻ എന്നുള്ളത് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. ഒരു പാവം മനുഷ്യനാണ്. അപ്പം അങ്ങനെയുള്ള ചില ചൈൽഡ്ഹുഡ് ട്രോമയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കുള്ളൂ. ഇപ്പം മറ്റേ മെഴുകുതിരി സംഭവമൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള കോമഡികൾ വീണ്ടും അവരവിടെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടായിരുന്നത് നോറയുടെ ഫാമിലിയുടെ കാര്യമാണ്. അത് നോറയുടെ അച്ഛൻ പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ലൈഫ്, കരിയർ എന്നൊക്കെ പറയുന്നത് ഫുൾ ടൈം ആക്കുന്ന സമയത്ത്, വേറെ ഒരു ബാക്കപ്പും ഇല്ലാതെ ഫുൾ ടൈം ആക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ലൈഫ് സ്പാനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എല്ലാ ക്രിയേറ്റേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പുതുമകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. അതുകൊണ്ട് തന്നെ കരിയർ ഇതിൻ്റെ കൂടെ ബിൽഡ് ചെയ്യണം, വിദ്യാഭ്യാസത്തിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ അച്ഛൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ അവിടെ ഉണ്ട്. മകൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, നോറ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, സിവിൽ സർവീസ് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, വീട്ടുകാർക്കുണ്ട്, നോറയ്ക്കും ചെറുതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു എഫേർട്ട് നോറയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്. അതിന് ഒട്ടും സപ്പോർട്ട് ഇല്ലാത്ത ഒരു പേരന്റ് എന്നുള്ള ലെവലിലേക്ക് കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നോറയുടെ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത്, നോറ തന്നെ ഒരു ദിവസം പറഞ്ഞു, മറ്റേ പാട്ടിടുക, നമ്മളതനുസരിച്ചിട്ട് എന്തെങ്കിലും കാണിക്കുക. അപ്പൊ അതല്ലല്ലോ കണ്ടന്റ്. ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് എത്ര കാലം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് അത് ബോറടിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇപ്പൊ നോറ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റും
എൻ്റെ സെർച്ചിലേക്ക് വന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരുടെ വീട്ടുകാർ അങ്ങനെ പറയുന്നത്. പഠിക്കാനല്ലേ പറയണേ, വേറെ വലിയ സംഗതിയൊന്നും ഇല്ലല്ലോ. പഠിത്തത്തിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് സോഷ്യൽ മീഡിയ. പിന്നെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എങ്ങനെയും കെട്ടിച്ച് ഒരാളുടെ കൂടെ ആക്കി കഴിഞ്ഞാൽ ഒരു സമാധാനം എന്നീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആകുലതയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ആകുലതയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്ന കാര്യങ്ങൾ. ഇനി എപ്പിസോഡ് റിവ്യൂവിൽ കാണാം. നന്ദി.